on this page. Assalamu alaikum warahmatullahi wabarakatuh. Alhamdulillah, wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. എനിക്ക് ഏറ്റവും ബഹുമാനമായ ഉസ്താദുമാരെ, മറ്റു എന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സയൻസ് എന്ന ശിവസ്വരൂപത്തിന് കീഴിൽ നടത്തപ്പെടുന്ന ജാമിഅ ഇസ്ലാമിയ ആർട്സ് ഫെസ്റ്റിന്റെ ഒന്നാം ദിനത്തിലാണല്ലോ. അല്ലാഹുവിന്റെ സ്വാലിഹായ ശരീരവുമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശം പ്രാർത്ഥന പുണ്യവും അകത്തും എന്ന വിഷയത്തെ ആസ്പദമാക്കി എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കാം. ഇത് എനിക്ക് തൗഫീഖ് നൽകിയ പ്രപഞ്ച പരിപാലനയാവുന്നതാണെന്ന് ഞാൻ ആദ്യം വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ അൽഹംദ. قال النبي صلى الله عليه وسلم الدعاء سلاح المؤمنين. صدق رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പ്രാർത്ഥന എന്നത് വളരെ പുണ്യവും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പ്രാർത്ഥന എന്നത് മുഅ്മിനിന്റെ ആയുധമാണ്. മുഅ്മിനെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ അല്ലാഹു അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. ഭൂമിയിൽ മനുഷ്യവാസത്തിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം 300 കൊല്ലമാണ് പ്രാർത്ഥിച്ചത്. സൂറത്തുൽ അറാഫിലെ 22-23 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥനയ്ക്ക് വളരെ പുണ്യവും മഹത്വമുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ പ്രാർത്ഥനകൾ നിറഞ്ഞതാണ്. പ്രാർത്ഥന എന്നുള്ളത് മജ്ജയാണ്. നമ്മുടെ ശരീരത്തിലെ അകത്തുള്ള ഇതിനകത്തുള്ള മജ്ജ എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്നു. അതേപോലെ തന്നെയാണ് പ്രാർത്ഥന എന്നത് നമ്മുടെ ഇബാദത്തുകൾക്ക് ഊർജ്ജം നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിപരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥനയെ വർദ്ധിപ്പിക്കൂ, പ്രാർത്ഥന നിങ്ങൾ പതിവ് ഉയർത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരാൾ തന്റെ ഇസ്ലാമായി കൂട്ടിനടക്കുന്ന സുജൂദിലാണല്ലോ, ആ സമയത്ത് അവന്റെ പ്രാർത്ഥനയെ വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രാർത്ഥനക്ക് വളരെ പുണ്യവും മഹത്വമുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്നത്. ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും മുൻനിർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിൽ പ്രാർത്ഥന എന്നുള്ളത് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനീങ്ങൾക്ക് അവനോട് ചോദിക്കാനുള്ള അവസരമായാണ് പ്രാർത്ഥനയെ കണക്കാക്കിയിട്ടുള്ളത്. പ്രാർത്ഥന എന്നാൽ അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് എല്ലാ പ്രതീക്ഷകളും ഒഴിഞ്ഞ് അല്ലാഹുവിനോട് മാത്രം ചോദിക്കുന്ന പ്രവർത്തനമാണ് പ്രാർത്ഥന എന്നുള്ളത്. ഈ ഔസോയിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയുടെ സദസ്സിൽ കൊണ്ടിരിക്കെ ഒരു സമയം നബിയോട് ചോദിക്കും, നബിയെ, താങ്കൾ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കാമെന്നാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, പ്രാർത്ഥന എന്നത് അല്ലാഹുവിന്റെ റഹ്മത്തിനോട് നിങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രമാണ്. അത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ ഖജനാവിൽ നിന്നും കുറയുകയോ കൂടുകയില്ല. മാത്രമല്ല പ്രാർത്ഥന അവന്റെ പദവി ഉയർത്തുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹദീസിലൂടെ പറയുന്നുണ്ട്, ഒരാൾ അവരുടെ അള്ളാഹുവിന്റെ അടിമാന്റെ സ്ഥാനം ഉയർത്തുമ്പോൾ അടിമ ആശ്ചര്യത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എനിക്ക് എവിടുന്നാണ് ഇതിനെ പദവി ലഭിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, നിന്റെ സന്താനങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നിന്റെ പദവി വരുന്നത് എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മകന്റെ മാതാപിതാക്കളുടെ പദവി വരുമെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന മകന്റെ പദവി വരുമോ എനിക്ക് സംശയമില്ല. അതുപോലെ തന്നെ അവന്റെ പ്രാർത്ഥനയുടെ പദവി വരുന്നതാണ്. മൂന്ന് വ്യക്തികൾ ഒരു ഗുഹയിൽ അകപ്പെടുകയാണ്. അങ്ങനെ അവർ അവിടെ രക്ഷപ്പെടുന്നത് തന്റെ പ്രാർത്ഥന കൊണ്ടാണ്. അവർ ആദ്യം പ്രാർത്ഥിക്കും, താൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവനാണ് എന്ന്. അങ്ങനെ രണ്ടാമത്തെ പ്രാർത്ഥിക്കുമ്പോൾ കല്ല് കുറച്ച് നീങ്ങിയാണ്. അങ്ങനെ മൂന്നാമത്തെ ആളോട് പ്രാർത്ഥിക്കുമ്പോൾ ആ കല്ലവഴി നുഴഞ്ഞു മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പ്രാർത്ഥന എന്നുള്ളത് മുഅ്മിനിന്റെ ആയുധമാണ്. മുഅ്മിനെ നിങ്ങൾ മുഅ്മിനിന്റെ ഏതൊരു സാഹചര്യത്തിലും അവൻ പ്രാർത്ഥനയെ കൊണ്ടുവരണം. അവന്റെ ഭക്ഷണത്തിന്, അവന്റെ പാർപ്പിടത്തിന്, അവന്റെ നടത്തത്തിന്, അവന്റെ ഇരുത്തത്തിന്, അവന്റെ ഓട്ടത്തിൽ, അവർക്ക് എവിടെയെല്ലാം പ്രാർത്ഥന അത്യാവശ്യമായി വരുമോ അവിടെയെല്ലാം അവന്റെ പ്രാർത്ഥനയെ കൊണ്ടുവരണം. പ്രാർത്ഥനയ്ക്ക് വളരെ പുണ്യവും മഹത്വമുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. ഇതിനൊരു തെളിവ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. മുഅ്മിനീങ്ങളെ, നമുക്ക് നമ്മുടെ പ്രാർത്ഥനയെ വർദ്ധിപ്പിക്കാൻ
ബാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.